നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ പഴയ കുറച്ച് ഫോട്ടോസുകൾ എന്തായാലും ഉണ്ടാകും. പഴയ ആൽബമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ദ്രവിച്ച തുരുമ്പിച്ച കുറച്ച് ഫോട്ടോകളൊക്കെ കിടക്കുന്നുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഫോട്ടോ തന്നെയായിരിക്കും അത്. നമ്മുടെ ഉപ്പാൻ്റെത് അല്ലെങ്കിൽ ഉമ്മാൻ്റെത്, നമ്മുടെ കുടുംബക്കാരുടേത് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടേത്, ആരുടെയെങ്കിലും ഫോട്ടോ ആയിരിക്കും അത്. അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ സാധിക്കുമോ എന്ന് പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് വളരെയധികം നല്ല രൂപത്തിൽ ക്ലിയർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് ചാറ്റ് GPT ആണ്. ചാറ്റ് GPT നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് നല്ല നല്ല പ്രത്യേകതകൾ അതിൽ ഉണ്ട്. അതിലൂടെ തന്നെ നമുക്ക് പഴയ ഫോട്ടോ പുതിയതാക്കി മാറ്റാൻ സാധിക്കും. നിങ്ങൾ ഇതുവരെ ചാറ്റ് GPT ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കണ്ടിന്യൂ എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ നിലവിലുള്ള ഏതെങ്കിലും ഒരു മെയിൽ ID വെച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് സൈൻ അപ്പ് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മെയിൽ ID ഒക്കെ ഇവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ എൻ്റെ മൊബൈലിലുള്ള എല്ലാ മെയിൽ IDയും ഇവിടെ കാണിക്കും. ഇതിൽ ഏത് മെയിൽ ID വെച്ചിട്ടും നമുക്ക് സൈൻ അപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു മെയിൽ ID ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. ഓക്കെ, ഉടനെ തന്നെ അത് സൈൻ അപ്പ് ആകും. ചില ആളുകൾക്ക് ഇത് ഓപ്പൺ ആകുമ്പോൾ തന്നെ നെയിമും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കും. അതും കൂടി എൻ്റർ ചെയ്താൽ മാത്രമേ ഓപ്പൺ ആകുകയുള്ളൂ. ഓക്കെ, ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഇടതുവശത്ത് ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോട്ടോ, ക്യാമറ, ഫയൽസ് എന്ന 3 ഓപ്ഷൻ കാണിക്കും. ഇവിടെ ഫോട്ടോ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിലുള്ള ഫോട്ടോ നിങ്ങൾ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കുകയാണ്, ഡൺ കൊടുക്കുകയാണ്. ഇപ്പോൾ ആ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോട്ടോ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമുക്കതൊന്ന് ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്തത് പേസ്റ്റ് ചെയ്യാണ്. ഇവിടെ ഞാൻ എഴുതിയത് ഫിക്സ് ദിസ് ഇമേജ്, റിപ്പയർ ദ ഡാമേജ്ഡ് പാർട്സ് എന്നാണ് എഴുതിയത്. ഓക്കെ, അങ്ങനെ എഴുതിയിട്ട് ഞാനിവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തു, സെൻഡ് ചെയ്തു. ആ ഒരു ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ എഴുതിയത് തൊട്ട് താഴെയും കാണാൻ സാധിക്കും. ഈ ഫോട്ടോ കണ്ടോ നിങ്ങൾ? ഒരുപാട് ഡാമേജ് ആയിട്ടുള്ള ഫോട്ടോ ആണ്. ഓക്കെ, ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു ഫോട്ടോക്ക് ഉണ്ട്. ഇവിടെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. കാരണം നെറ്റ്വർക്കിൻ്റെ സ്പീഡിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് ടൈം എന്തായാലും എടുക്കും. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഫോട്ടോ ഏത് രൂപത്തിലാണ് ചാറ്റ് GPT നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡാമേജൊക്കെ മാറ്റി തരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കുറച്ചധികം സമയം എന്തായാലും എടുത്തിട്ടുണ്ട് എനിക്ക് ഈ ഒരു ഫോട്ടോ റിപ്പയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഏതായാലും നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കുകയാണ്. നമ്മുടെ ഫോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഫോട്ടോ വളരെ മനോഹരമായിട്ട് ചാറ്റ് GPT നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എത്ര ഡാമേജ് ഉള്ള ഫോട്ടോ ആണ് കണ്ടോ? ഒരു ഡാമേജും ഇല്ലാതെ, ഒരു കുത്തോ കലയോ ഒന്നുമില്ലാതെ നമുക്ക് മനോഹരമായിട്ട് ആ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഗാലറിയിൽ ഇത് സേവ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പഴയ ഫോട്ടോ എത്ര ഡാമേജ് ഉണ്ടെങ്കിലും ചാറ്റ് GPTയിൽ ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് അതുകൂടി നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഇവിടെ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സമയത്തിനകം ചാറ്റ് GPT മനോഹരമായിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് എഡിറ്റ് ചെയ്തു തരും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്നിക്കിലൂടെ നമുക്ക് ഏത് പഴയ ഫോട്ടോവും അതിൻ്റെ കേടുപാടുകളൊക്കെ മാറ്റിയിട്ട് പുതിയതാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.